നമസ്കാരം. ഹാപ്പനിംഗ് അവേഴ്സ് തുടരുന്നു. ആദ്യം തലക്കെട്ടുകൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാരം ഇന്ന്. കൊല്ലം സ്വദേശി ലൂക്കോസിന്റെ സംസ്കാര ചടങ്ങുകൾ തുടങ്ങി. പന്തളം സ്വദേശി ആകാശിന്റെ സംസ്കാരം അല്പസമയത്തിനകം. കണ്ണൂർ സ്വദേശി അനീഷ് കുമാറിന് വിട നൽകി നാട്. പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ സംസ്കാരവും ഇന്ന്. മലപ്പുറം AR നഗർ ബാങ്ക് ക്രമക്കേടിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ മന്ത്രി PKK ബാവ ഉൾപ്പെടെ 16 പേർക്ക് നോട്ടീസ്. മുൻ ലീഗ് വയനാട് ജില്ലാ പ്രസിഡന്റ് PPA കരീം 1.35 കോടി രൂപയുടെ കണക്ക് കാണിക്കണം. കണക്ക് ഹാജരാക്കിയില്ലെങ്കിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമെന്നും ആദായ നികുതി വകുപ്പ്. CPM-നെതിരെ രൂക്ഷ വിമർശനവുമായി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. CPM-ന്റെ മുസ്ലിം വിരുദ്ധ പ്രചാരണങ്ങൾ BJP-ക്ക് സഹായകമാകുന്നു. സമസ്തയെ രാഷ്ട്രീയ കവലയിലേക്ക് വലിച്ചിഴക്കാൻ ശ്രമിച്ചു. ഇതിന് CPM-ന് ലഭിച്ചത് വലിയ പ്രഹരമെന്നും സാദിഖ് അലി തങ്ങൾ. കുവൈറ്റ് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ V മുരളീധരൻ. ഞങ്ങളും നിങ്ങളും എന്ന ഭാഷ പിണറായിയുടേത്. വേർതിരിവുണ്ടാക്കാനുള്ള ശ്രമം കേരളത്തിൽ വില പോകില്ല. ആരോഗ്യമന്ത്രിയുടെ യാത്ര കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചതെന്നും V മുരളീധരൻ. ഇതിനൊക്കെ കാരണമായിട്ട് പറയുന്നത് കൃതജ്ഞത കാണിച്ചില്ല എന്നുള്ളതിൻ്റെ കാരണമായിട്ട് ഉള്ള കാര്യം കുവൈറ്റിലേക്ക് ഒരു മന്ത്രി അയക്കാൻ തീരുമാനിച്ചു. മന്ത്രിക്ക് പോകാൻ അനുമതി കൊടുത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ മന്ത്രി കുവൈറ്റിൽ പോയിട്ട് എന്താ ചെയ്യാൻ ഉദ്ദേശിച്ചത്? വയോജനങ്ങളുടെ പകൽ വിശ്രമ കേന്ദ്രം അടച്ചിട്ട് കണ്ണൂർ കോർപ്പറേഷൻ. റോഡിലിരുന്ന് പ്രതിഷേധിച്ച വയോജനങ്ങൾ. അവരിട്ട പൂട്ടിന് താക്കോല് തുറന്നത്. ഈ പൂട്ടും താക്കോലും അവർ ഇന്നലെ രാത്രി മാറ്റി എന്നാണ് പറയുന്നത്. താക്കോലും പൂട്ട് ഇത് കുറേ കാലങ്ങളായി ഉള്ള താക്കോലും പൂട്ടാണ്. അപ്പോൾ ഇന്നലെ അവർ വന്നിട്ട് സീൽ വലിച്ച് പുറത്തെ പൂട്ട് ഇട്ടിട്ട് പോയതിന് ശേഷം പിന്നെ അവർ ഓഫീസിൽ പോയിട്ട് അവൾ വാങ്ങിക്കൊണ്ടുവന്ന താക്കോലാണ് ഉപയോഗിച്ചിട്ട് കയറിയിട്ടില്ല. അടച്ചിട്ടത് താളിക്കാവിലെ സായം പ്രഭാ ഹോം. ന്യൂസ് മലയാളം സംഘം സ്ഥലത്തെത്തിയതോടെ കെട്ടിടം തുറന്നു. ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണമില്ലാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. ഓർത്തോ വിഭാഗം ശസ്ത്രക്രിയകൾക്കായി മെഷീനുകൾ വാടകയ്ക്ക് എടുപ്പിക്കുന്നു. ബോൺ ഡ്രില്ലിംഗ് മെഷീൻ വാടകയ്ക്കെടുത്ത് രോഗിയുടെ ബന്ധുക്കൾ ആവശ്യമില്ലെങ്കിലും വാടകയ്ക്കെടുക്കാൻ നിർബന്ധിക്കുന്നുവെന്ന് പരാതി. വെൽകെയർ സർജിക്കൽസിൽ നിന്ന് വാടകയ്ക്കെടുക്കാൻ നിർദ്ദേശം. തൃശൂരും പാലക്കാട്ടും ഭൂചലനം. തൃശൂരിലെ കുന്നംകുളം, വേലൂർ, മുണ്ടൂർ, പാലക്കാട്ടെ തിരുമിറ്റക്കോട് മേഖലകളിൽ പ്രകമ്പനം. റിക്ടർ സ്കെയിലിൽ 3 തീവ്രത രേഖപ്പെടുത്തി. ഭൂചലനമുണ്ടായത് ഇന്ന് രാവിലെ 8:15. പരിശോധന നടത്തി ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർ. HD കുമാരസ്വാമി കേന്ദ്രമന്ത്രിയായത് CPM-ന്റെ മൗന അനുവാദത്തോടെയെന്ന് VD സതീശൻ. NDA ഘടകകക്ഷിയെ ഒക്കത്തിരുത്തി ഇരട്ടത്താപ്പ് കാട്ടാൻ പിണറായിക്ക് മാത്രമേ സാധിക്കൂ. LDF-ലും മന്ത്രിസഭയിലും JDS തുടരുന്നത് ഏത് സാഹചര്യത്തിലെന്ന് മുഖ്യമന്ത്രിയും CPM-ഉം വ്യക്തമാക്കണമെന്നും VD സതീശൻ. കാഫിർ പരാമർശത്തിൽ പോലീസിനെതിരെ കോഴിക്കോട് DCC പ്രസിഡന്റ്. പോലീസ് CPM-ന്റെ പോഷക സംഘടനയായി മാറി. കാസിം നിരപരാധിയെന്ന് പറയാൻ കോടതി ഇടപെടൽ വേണ്ടിവന്നു. സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച KK ലതിക ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്യണമെന്നും K പ്രവീൺ കുമാർ. തൃശൂരിലെ പ്രവർത്തനം ഊർജിതപ്പെടുത്തുകയാണ് ദൗത്യമെന്ന് VK ശ്രീകണ്ഠൻ. പാലക്കാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടല്ല മുരളീധരനെ കണ്ടത്. ശക്തമായ സ്ഥാനാർത്ഥി വേണമെന്ന് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥി ആരായാലും പാലക്കാട് കോൺഗ്രസ് വിജയിക്കുമെന്നും VK ശ്രീകണ്ഠൻ. തൃശൂർ ലൂർദ് മാതാ പള്ളിയിലെത്തി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചു.
മുൻ വിവാദങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടെന്നും ദൈവത്തിലുള്ള നന്ദി ഹൃദയത്തിലാണ് ഉള്ളതെന്നും സുരേഷ് ഗോപി. സിറോ മലബാർ സഭ ഏകീകൃത കുർബാന വിവാദത്തിൽ കടുത്ത നീക്കവുമായി വിമതർ. ഏകീകൃത കുർബാന നിർബന്ധമാക്കണമെന്ന സർക്കുലർ കത്തിക്കും. ബിഷപ്പ് ബോസ്കോ പുത്തൂരിന് കോടതി അലക്ഷ്യത്തിന് നോട്ടീസ്. നടപടി ഏകീകൃത കുർബാന അർപ്പിക്കാൻ സന്നദ്ധരായ വൈദികരെ നിയമിക്കണമെന്ന ഉത്തരവ് നടപ്പാക്കാത്തതിനാൽ. ഇനി മുതൽ ബാർ ഉടമകൾക്ക് ഓൺലൈനായി വെയർഹൌസുകളിൽ നിന്ന് മദ്യം വാങ്ങാം. ബാർ ലൈസൻസ് ഉപയോഗിച്ച് മദ്യം വാങ്ങാനുള്ള സംവിധാനമൊരുക്കി ബെവ്കോ. ഇന്റന്റും ചെലാനും ഇനി നേരിട്ട് നൽകേണ്ടതില്ല. പാലക്കാട് അട്ടപ്പാടി പുതൂരിൽ പുലി ഇറങ്ങി. ചെമ്പവട്ടക്കാട് സ്വദേശിനി തുളസിയുടെ 8 ആടുകളെ പുലി പിടിച്ചു. പുളിയപതിയിൽ നിന്ന് പരിക്കുകളോടെ പിടികൂടിയ പുലിയെ ധോണിയിൽ എത്തിച്ചു. നീക്കം ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സ നൽകും. ജാത്യ അധിക്ഷേപ കേസിൽ കലാമണ്ഡലം സത്യഭാമ കോടതിയിൽ ഹാജരായി. നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് ഹാജരായത്. കീഴടങ്ങിയത് ഹൈക്കോടതി ഉത്തരവനുസരിച്ച്. കൊച്ചി രാജ്യാന്തര അവയവ കടത്ത് കേസിൽ അന്വേഷണ സംഘം ഹൈദരാബാദിൽ. അവയവം നൽകിയ വ്യക്തികളുടെ മൊഴിയെടുക്കും. അവയവം നൽകിയവരെ പ്രതികൾ ഭീഷണിപ്പെടുത്തി. മുംബൈയിലും പൂനെയിലും എത്തി മൊഴിയെടുക്കും. മഞ്ഞുമൽ ബോയ്സിനെതിരായ അന്വേഷണം കടുപ്പിച്ച് ED. നടൻ സൗബിൻ ഷാഹിറിനെ ചോദ്യം ചെയ്തു. നടപടി പറവ ഫിലിംസ് കമ്പനി കള്ളപ്പണം വെളുപ്പിച്ചെന്ന പരാതിയിന്മേൽ. നിർമ്മാതാവ് ഷോൺ ആന്റണിയെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭനത്തിലേക്ക്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിൽ സ്റ്റോക്ക് തീർന്ന് റേഷൻ കടകൾ. കോവിഡ് കാലത്തെ കുടിശ്ശിക ആവശ്യപ്പെട്ട് അടുത്തയാഴ്ച മുതൽ വ്യാപാരികളും സമരത്തിലേക്ക്. യൂറോ കപ്പിലെ ആദ്യ മത്സരത്തിൽ ജർമ്മനിക്ക് ഗംഭീര ജയം. സ്കോട്ട്ലൻഡിനെ 1-5 ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. റുഡിഗറിന്റെ സെൽഫ് ഗോൾ സ്കോട്ട്ലൻഡിന് ആശ്വാസമായി.